നമസ്കാരം. ഇന്നൊരു അവധി ദിവസമായിരുന്നു. അപ്പോൾ ചുമ്മാ ഒന്ന് കറങ്ങിയൊക്കെ വരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഏത് സ്ഥലത്ത് പോകുന്നുള്ള ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എപ്പോഴും നമ്മൾ ജനൽ തുറന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു 4-5 വിൻമിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ പിന്നെ ആ ലൊക്കേഷൻ ഗൂഗിളിലൊന്ന് തപ്പിയിട്ട് അവിടത്തേക്കൊന്ന് വിട്ടാലോ എന്ന് ആലോചിച്ച് അങ്ങനെ ആ സ്ഥലം നോക്കി വെച്ച് പിടിച്ചു. അങ്ങനെയാണ് ഈ വിൻമില്ലുള്ള വെസ്റ്റ് മിൽ വിൻഡ് ഫാം എന്ന ഈ വിൻമിൽ ഫാമിൽ എത്തിച്ചേർന്നത്. ഇത് സൗത്ത് ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടിലെ വിൽഷെയർ കൗണ്ടിയിലെ ഹൈവർത്ത് എന്ന സ്ഥലത്തിന് അടുത്തായിട്ടാണ് ഈ ഫാം ഉള്ളത്. ഏകദേശം 400 ഏക്കർ സ്ഥലത്താണ് ഈ വിൻമിൽ ഫാം. ഈ ഫാമിനെ വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ ഈ വിൻമിലിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. 10.2 ജിഗാ വാട്ട് ഹവർ ക്ലീൻ ആൻഡ് ഗ്രീൻ ഇലക്ട്രിസിറ്റിയാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2004 ഈ ഫാം തുടങ്ങുന്നത്. ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം അറിഞ്ഞത്. ഈ സ്ഥലം നേരത്തെ ഒരു ഓർഗാനിക് ഫാമായിരുന്നു. എന്നാൽ 1930 വേൾഡ് വാർ 2 സമയത്ത് ഈ സ്ഥലം പ്രൈവറ്റ് എയർഫീൽഡായി ഉപയോഗിച്ചിരുന്നു. പിന്നീട് 1950 മുതൽ 72 വരെ പാരാട്രൂപ്പിൻ്റെ ട്രെയിനിങ് ആൻഡ് മിലിറ്ററി സപ്ലൈ യൂണിറ്റ് സ്ഥിതി ചെയ്ത സ്ഥലമായി മാറി. പിന്നീട് 1975 വീണ്ടും കൃഷിഭൂമിക്കായിട്ട് വിട്ടുകൊടുക്കുകയുണ്ടായത്. ഈ വിൻമില്ലിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുത്തുനിന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സൗണ്ട് തന്നെ ഭയങ്കര, കാറ്റിൻ്റെ കട്ട് ചെയ്ത് പോകുന്ന സൗണ്ട് അടിപൊളി, അത്രയും വലിയൊരു സംഗതിയാണ്. 5 വിൻമില്ലുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ കുറച്ചടുത്ത് തന്നെ സോളാർ ഫാമും ഉണ്ട്. ഇവിടെ ക്ലീൻ ആൻഡ് ഗ്രീൻ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രദേശമാണ്. നിരപ്പായി കിടക്കുന്ന പ്രദേശമാണ്. നല്ല കാറ്റായിരുന്നു. നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ വിൻമില്ല് സ്ഥാപിച്ചിട്ടുണ്ടാവുക. അവരേറ്റവും നല്ല സ്ഥലം തിരഞ്ഞെടുത്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പം അത് കാണാൻ വന്നൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഒന്ന് ഷെയർ ചെയ്തത്. ഓക്കെ, കൂടുതൽ മറ്റ് കാഴ്ചകളായി അടുത്ത വീഡിയോയിൽ വരാം. നന്ദി, നമസ്കാരം.